ഗൈസ്, വെൽക്കം ടു വാഹിൻസ് വ്ലോഗ്. നിങ്ങളൊന്ന് വിചാരിക്കണ്ടോ ഞാനിപ്പോൾ എവിടെയാണ്? വേറെ എവിടെയല്ല, എൻ്റെ ചിറ്റൂരിലെ എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഹലോ ഗൈസ്, ഇതാണ് മാമൻ്റെ വീട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതൊന്നും, ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവരെല്ലാം കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഇതിൻ്റെ വീട്ടിലെ പ്രത്യേകമായിട്ടുള്ളത് ഗാർഡനാണ്. അവിടെ തന്നെ നല്ല പച്ചക്കറികളൊക്കെ ഉണ്ട്. അവർ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫുഡ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ല ഹെൽത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗാർഡൻ ഉണ്ടെന്ന്. ആ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. പിന്നെ എൻ്റെ വീടിൻ്റെ പുറകിലൊക്കെ തന്നെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗാർഡൻ. നല്ല പച്ചപ്പായിട്ടുള്ളൊരു ഗാർഡനൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കല്യാണത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. ഇത് ബ്യൂട്ടിഫുൾ പൂക്കളൊക്കെ ഉള്ളൊരു കളർഫുൾ ഗാർഡനാണ്. ഇനി ഗൈസ്, ഇതാണ് അവരുടെ മെയിൻ ഹൗസ്. ഇവിടുന്ന് ഒരു നേരെ പോയാലാണ് ഒരു ഗേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഹൗസാണ് ഇത്. ഇവിടെ ഒരു കല്യാണം, മാമൻ്റെ മോൻ്റെ ഒരു കല്യാണം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, ഈ റിസപ്ഷന് വേണ്ടിയിട്ടാണ് ഇത്ര ചെയേഴ്സും ഇങ്ങനെയുള്ള സെറ്റപ്സ്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു വീടും ഔട്ട് ഹൗസ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഇവിടെയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഗാർഡൻ ആണ് എന്ന്. ആ ഗാർഡനാണ് ഈ ഗാർഡൻ ഗൈസ്. ഇതിൽ കൂടെ പറഞ്ഞ കുറേ ചെടികളാണ്. പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ്. വിഷമൊന്നും അടിക്കുന്നില്ല. അവർ തന്നെയാണ് അത് കൃഷി ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് വിഷം അടിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ഹെൽത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇതാണ് അവരുടെ ഔട്ട് ഹൗസ് ഗൈസ്. പിന്നെ ഇങ്ങനെ പോവാം, ഇത് ഫുള്ള് ഇങ്ങനെ പോവാം.